ഹായ്, എല്ലാവർക്കും ഡാനീസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോറ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് പഴയ സാദാ ദോശ പോലെ തന്നെ കോറയും ഉഴുന്നും ചോറും കൂടെ ആട്ടിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കോറ ദോശ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ചട്നി തക്കാളി ചട്നിയാണ്. തക്കാളി ഇതുപോലെ വതക്കി എണ്ണയിൽ വഴറ്റി അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള തക്കാളി ചട്നിയാട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ തക്കാളി ചട്നി. കൂടാതെ തേങ്ങ ചട്നിയും കൂടെ പൊട്ടുകടലിലേക്ക് ഇട്ട് തേങ്ങ ചട്നിയും കൂടെ ആകുമ്പോൾ ഈ കോറ ദോശ നല്ലൊരു അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ ഉള്ളിയും കപ്പലും മുളകും കൂടെ എണ്ണയിൽ വഴറ്റിയെടുത്ത് ഇട്ടൊക്കെയാണ് തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ വഴറ്റുമ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം മാറിക്കിട്ടും കേട്ടോ. ഇതുപോലെ കട്ടിയുള്ള ഒരു തവ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതായി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ തൊലിയെല്ലാം റിമൂവായി കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം തക്കാളിയുടെ തൊലിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായ ചെറിയ ഉള്ളിയും കപ്പൽ മുളകും ഉണക്കമുളകും എണ്ണയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി വലിയ ഉള്ളി ആയതുകൊണ്ട് ഇതുപോലെ 2-4 പീസാക്കി ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലേശം എണ്ണ ഒഴിച്ചാൽ മതിയാവും. അതുപോലെ കപ്പലും മുളകൊക്കെ കഴുകി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പലും മുളകും ഉള്ളിയും നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ കപ്പലും മുളകും ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ദോശക്കല്ലിൽ ഇൻഡാലിയത്തിൻ്റെ ദോശക്കല്ലാണ്. ഇത് പുതിയതാണ്, അധികം പഴക്കമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മുട്ടയൊക്കെ ഇട്ടാണ് ഒന്ന് ഇത് ചെയ്തിട്ടാണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പലരും ദോശക്കല്ലിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി പല ട്രിക്ക് ഉപയോഗിക്കും. ഞാൻ ഇവിടെ മുട്ടയാണ് ചെയ്യുന്നത്. മുട്ടയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടർന്ന് കിട്ടും ദോശ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ലേശം പോലും ഒട്ടിപ്പിടിക്കില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ സബോളയൊക്കെ കട്ട് ചെയ്തിട്ട് ഉരച്ചെടുത്താലും അതിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കും. പക്ഷെ മുട്ട അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ലേശം തന്നെ ഒട്ടിപ്പിടിക്കാതെ തന്നെ ദോശ നമുക്ക് കിട്ടും. മുട്ട അധികം ഇതാക്കാതിരുന്നാൽ ദോശക്കല്ലിൽ അധികം എണ്ണയൊന്നും ആക്കാതിരുന്നാൽ അത് നമുക്ക് കഴിക്കുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കി എടുത്ത് കിട്ടും കേട്ടോ. എല്ലാവരും ഈ കോറ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴും നമുക്ക് സാധാ ബ്രേക്ക്ഫാസ്റ്റിനെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ചേഞ്ചൊക്കെ അത്യാവശ്യമാണല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും സാധാ ദോശയുടെ ടേസ്റ്റ് തന്നെയാണ്. ഇത് നന്നായി അരച്ചെടുത്താൽ തന്നെ. മിക്സിയിൽ അരച്ചാൽ ഇതിൻ്റെ മണിയൊന്നും ചിലതൊക്കെ അരയാതെ കിടക്കും. അപ്പോൾ ഗ്രൈൻഡറിലാവുമ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഞാനിത് മിക്സിയിൽ അരച്ചത് കൊണ്ട് ഓരോ കോറയുടെ മണിയെല്ലാം അറിയാതെ കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ മുട്ട തേച്ചതിൻ്റെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടും കേട്ടോ.
അപ്പം നമ്മുടെ ആ ഉള്ളിയും കപ്പലും മുളകും തക്കാളിയും എല്ലാം ചൂടാറിയിട്ടുണ്ട്. നമുക്കത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചട്നിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കോറ ദോശയ്ക്ക് ഈ ചട്നിയും ഇത് തേങ്ങ ചട്നിയും കൂടെ ആകുമ്പോൾ നല്ല ഉഷാറായി. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.